ലോണി ലിങ്കണെ സഹായിക്കാൻ ശ്രമിക്കുന്ന സ്പൈഡർമാനെ സ്കോർപ്പിയൻ തന്റെ വാൽ ഉപയോഗിച്ച് പിടികൂടുകയാണ്. ആ കാഴ്ച കണ്ടതും ലോണി ലിങ്കൺ രണ്ടും കൽപ്പിച്ച് സ്കോർപ്പിയനോട് ഏറ്റുമുട്ടാൻ തയ്യാറായി. സ്പൈഡർമാനെ വെറുതെ വിട്ടിട്ട് ഒറ്റക്കുത്തിൽ ലോണി ലിങ്കണെ തീർക്കാമെന്ന ധാരണയിൽ സ്കോർപ്പിയൻ തന്റെ മൂർച്ചയുള്ള വാല് ലോണി ലിങ്കന്റെ നെഞ്ചിനു നേരെ അയക്കുന്നുണ്ടെങ്കിലും സ്കോർപ്പിയന്റെ ആ മൂർച്ചയുള്ള വാലിനെ ലോണി ലിങ്കൺ തന്റെ കൈകൾ ഉപയോഗിച്ച് തടയുന്നു. മാത്രമല്ല, സ്കോർപ്പിയന്റെ വാലിന്റെ മൂർച്ചയുള്ള ഭാഗം ലോണി ലിങ്കന്റെ നെഞ്ചിലേക്കൊന്ന് ചെറുതായിട്ട് തട്ടിയതേ ഉള്ളൂ. അതോടെ ആ മൂർച്ചയുള്ള ഭാഗം ഒടിഞ്ഞു പോവുകയാണ്. ലോണി ലിങ്കന്റെ ഒരൊറ്റ പഞ്ചിൽ സ്കോർപ്പിയൻ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. അതോടെ തനിക്ക് എന്തൊക്കെയോ സൂപ്പർ പവേഴ്സ് ലഭിച്ചിട്ടുണ്ടെന്ന് ലോണി ലിങ്കൺ മനസ്സിലാക്കുകയാണ്. സ്പൈഡർമാനും ലോണി ലിങ്കണും ഒരുമിച്ച് സ്കോർപ്പിയനെ നേരിടാൻ തയ്യാറായി. സ്പൈഡർമാനും ലോണി ലിങ്കണും സ്കോർപ്പിയനെതിരെ ഒരു വമ്പൻ പോരാട്ടം നടത്തുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും സ്കോർപ്പിയന് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ സ്കോർപ്പിയന്റെ വാലുകൊണ്ടുള്ള ആക്രമണത്തെയെല്ലാം മറികടക്കുന്ന സ്പൈഡർമാനും ലോണി ലിങ്കണും അവർ രണ്ടുപേരും ഒരുമിച്ച് അതിശക്തമായ ഒരു പഞ്ച് സ്കോർപ്പിയന് കൊടുക്കുന്നതോടെ സ്കോർപ്പിയൻ തെറിച്ചു ബോധരഹിതനായി നിലത്തേക്ക് വീഴുകയാണ്. സ്പൈഡർമാനും ലോണി ലിങ്കണും സ്കോർപ്പിയനെ പരാജയപ്പെടുത്തി എന്ന് കരുതി സന്തോഷിക്കുമ്പോൾ സ്കോർപ്പിയൻ തന്റെ വാൽ ഉപയോഗിച്ച് ഒരു കെട്ടിടത്തിൽ നിന്ന് കൺസ്ട്രക്ഷൻ ബീമുകൾ അവരുടെ നേരെ മറിച്ചിടുന്നത് കാണുന്ന ലോണി ലിങ്കൺ സ്പൈഡർമാനെ രക്ഷിക്കാൻ വേണ്ടി സ്പൈഡർമാനെ തള്ളി മാറ്റുന്നതോടെ ആ കൺസ്ട്രക്ഷൻ ബീം മൊത്തം ലോണി ലിങ്കന്റെ മുകളിലേക്ക് വീഴുന്നു.